ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ കുറച്ച് ഒരു ഇതില്ലോണ്ടാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ ഇടും. ആദ്യം ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ഇട്ടിരുന്നത് അതേപോലെ നമ്മൾ ഇനിയും കുക്കിംഗ് വീഡിയോ ഇടും. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാം റെഡിയാക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എനിക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബീട്രൂട്ട് ഒരു വറവാണ്. കുറേ ആദ്യം നല്ല ടേസ്റ്റാണ് ബീട്രൂട്ട് വറവ്. ഇതിങ്ങനെ മുറിച്ചിട്ട് ഇതിൻ്റെ ഒരു മെഷീന് പോലത്തെ ഉണ്ടല്ലോ, അത് ഇതിങ്ങനെ ചെറുതായി അതിൽ കണ്ടിച്ചിട്ടാൽ മതി. നല്ല ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും. ഇത് ഈ ഒരു പരുവത്തിൽ നൈസായി നല്ല ടേസ്റ്റാണ് ബീട്രൂട്ട്. കുട്ടികൾക്കായാലും ആർക്കായാലും കഴിച്ചാൽ ഇത് നല്ല ഗുണമുള്ള സാധനമാണല്ലോ. നമ്മൾ ആദ്യം അധികം വറക്കുന്നതാണ്, ഇപ്പം കുറേ ആയി വറക്കാത്തത്. അപ്പോൾ ഇന്നൊരു ബീട്രൂട്ട് വാങ്ങി, അപ്പോൾ അത് വറക്കാമെന്ന് വിചാരിച്ച് ഈ മെഷീനിലെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്ത് അതിന് ശേഷം ഇതിങ്ങനെ അടച്ച് നല്ല ഇത് അടച്ചതിന് ശേഷം ഇതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ നല്ലോണം വലിച്ചു കൊടുത്താൽ അത് ചെറുതായി നല്ലോണം വരും. ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നല്ല ചെറുതായിട്ട് കട്ടാവും. നല്ല രസമാണ് വറവ് കാണാനും കഴിക്കാനും നല്ലൊരു രസമാണ്. ഇത് കുട്ടികൾക്ക് നല്ല ഇതാണല്ലോ, വിറ്റാമിനുള്ള സാധനങ്ങളാണ്. അങ്ങനെ ഇത് നല്ല ഇതായി കഴിഞ്ഞ് നല്ല നൈസായി ഇതായി ഇതിനകത്ത് അരഞ്ഞു വന്നിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. ഇതാ നല്ല ചെറുതായി നല്ല പെട്ടെന്ന് കഴിയുന്ന കാര്യമാണ്. നമുക്ക് കൈ കൊണ്ട് മുറിച്ച് ഇത് ചെറുതായി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഉള്ളിയും പച്ചമുളകും കരിയാമ്പിലയും തേങ്ങയും മഞ്ഞളും ഉപ്പിട്ട് നമുക്ക് വറുത്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ചില കുട്ടികളൊന്നും ബീട്രൂട്ട് ഇങ്ങനെ വെറുങ്ങനെയൊന്നും കഴിക്കൂലല്ലോ. രണ്ട് പച്ചമുളക് 2 3 നിങ്ങൾക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചില ആൾ 2 ഇടും, ചില ആൾ 3 ഇടും. ബീട്രൂട്ട് അനുസരിച്ച് നമ്മളൊരു വലിയൊരു ബീട്രൂട്ടാണ് എടുത്തത്. അത് 2 പ്രാവശ്യമായിട്ട് ഇതിലിട്ട് അത് ചെറുതായി മുറിച്ച് അത് മെഷീനിൻ്റെ ഇത് വലിച്ചെടുത്താൽ നല്ല ചെറുതായി മുറിച്ചിടും. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിന് മഞ്ഞൾ, അല്പം മഞ്ഞൾ, തേങ്ങയും കൂടി ഇടുന്നത്, ഇനി കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല കുഴച്ചെടുക്കാം. കുഴച്ചൊരു 5 മിനിറ്റ് വെച്ചാൽ നല്ലോണം ഇരിക്കും. അതിന് അങ്ങനെ തേങ്ങ വരായി. നന്നായി ഒന്ന് കുഴച്ച് എല്ലാം കൂടി ഒന്ന് ഇട്ട് മസാല ഉപ്പും മഞ്ഞളും മുളകും ഇതെല്ലാം ഒന്ന് നന്നായി ഒന്ന് കുഴച്ച് ഇങ്ങനെ വെച്ചാൽ നല്ലോണം പിടിക്കും അതിന്. അന്നേരം നല്ല രസമാണ്, ടേസ്റ്റാണ്. ഇത് കുഴച്ച് വെച്ച് ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇടാം. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി പിന്നെ ബീട്രൂട്ട് ഇടാം. നന്നായി ഇളക്കിയിട്ട് അടച്ച് വെക്കാം. തുടങ്ങിയ പാടെ ഞാൻ കുറേ കുക്കിംഗ് ഇട്ടതാണല്ലോ. ഒരുപാട് കുക്കിംഗ് ഉണ്ട്. എനിക്ക് കുക്കിങ്ങിനെ പറ്റി ഒരുപാട് അറിയാം. നല്ല കുക്കിംഗ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ കൊല്ലം ചക്ക സീസണായ സമയത്ത് ഒരുപാട് ചക്കേൻ്റെ വടയും ചക്ക ബിരിയാണിയും ചക്ക കട്ട്ലേറ്റും എല്ലാം ഉണ്ടാക്കിന്. ഇനിയും ചക്കേൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചക്കേൻ്റെ ഗുണങ്ങളെന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം ചക്ക ഉള്ള ആൾക്കാർ കഴിഞ്ഞ കാലത്തെ ആ വീഡിയോ നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ ചക്ക എന്ന് വെച്ചാൽ ക്യാൻസറിന് പോലും വളരെ ഇതുള്ള ഒരു നല്ലൊരു ഇതായിരുന്നു. വാർത്തയിൽ ഇതിലെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് വരെ വന്നായിരുന്നല്ലോ വാർത്തയിൽ. അപ്പം ചക്കേൻ്റെ ഉള്ള ആൾക്കാർ ചക്കേൻ്റെ പിന്നെ
പല ഐറ്റംസും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ഉണ്ടാക്കും, കുറച്ച് കഴിഞ്ഞ് ചെറിയൊരു കാര്യം ഇതാക്കാനുണ്ട്. അതെല്ലാം ഇന്ന് ഇതായാൽ നമ്മൾ പാചകത്തിൻ്റെ വീഡിയോ ഇടും. എന്നുവെച്ചാൽ പാചകം ഒരുപാടുണ്ട്. ഇന്നും പല പല നോർത്ത് പാചകവും നമ്മുടെ കേരള പാചകവും പിന്നെ ഞാനായിട്ട് ഒരു പിന്നെ ഇങ്ങനെ എൻ്റെ ഒരു അറിവിൽ നല്ല അടിപൊളിയായിട്ട് ഇതിൽ ഉണ്ടാക്കുന്ന കറികളും എല്ലാം കുറേ സാധനങ്ങൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഉണ്ടാക്കിയതാണ്. അത് അപ്പോൾ എന്നും പുതിയ പാചകങ്ങളുമായി നല്ല ഇതായിട്ട് വരും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള മാർഗം. അതുകൊണ്ട് തീർച്ചയായും എനിക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. എന്ന് വെച്ചാൽ നിങ്ങളുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവർക്കും എനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സഹോദരനും സഹോദരിമാർക്കും എൻ്റെ നന്ദി അവയപ്പെടുത്തുന്നു. ഹൃദയപൂർവ്വം നന്ദി.